أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നമ്മൾ റമദാനിലെ രണ്ടാമത്തെ പത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹു വിശുദ്ധ ഖുർആന് റമദാനുമായുള്ള ഒരു പ്രത്യേക ബന്ധം വിവരിച്ചിട്ടുണ്ട്, ഒരു പ്രത്യേക ചേർച്ച പറഞ്ഞിട്ടുണ്ട്. പറയുന്നു, ഷഹറു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. റമദാൻ മാസത്തിലാണ് മനുഷ്യർക്ക് ഒരു മഹത്തായ മാർഗദർശനം എന്ന നിലയിൽ ഖുർആൻ ഇറക്കപ്പെട്ടത്. സുവ്യക്തമായ ദൃഷ്ടാന്തങ്ങളെന്ന നിലയ്ക്ക് ഇതിൽ സന്മാർഗത്തിൻ്റെ വിശദീകരണങ്ങളും സത്യാസത്യ വിവേചനത്തിനുള്ള കാര്യങ്ങളുമുണ്ട്. ആയതിനാൽ ഈ മാസം നമ്മൾ പ്രത്യേകമായും അത് പാരായണം ചെയ്യുന്നതിലേക്ക് ശ്രദ്ധിക്കേണ്ടതാണ്. ഈ കാലഘട്ടത്തിൽ അള്ളാഹു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദാസ്യത്വത്തിൽ ഇമാമായി നിയോഗിച്ചിട്ടുള്ള ഹദ്രത്ത് മസീമോദ് അലി ഇസ്ലാമും അതിലേക്കാണ് ശ്രദ്ധ ക്ഷണിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി വിശുദ്ധ ഖുർആൻ പ്രത്യേകമായും വളരെയേറെ പാരായണം ചെയ്യണമെന്ന കാര്യത്തിൽ സവിശേഷ ശ്രദ്ധ വേണമെന്ന് പറഞ്ഞിരിക്കുന്നു. ഹദ്രത്ത് ജിബ്രീൽ അലി ഇസ്ലാം എല്ലാ വർഷവും അതുവരെ ഇറങ്ങിയ ഖുർആൻ മുഴുവനായും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കേൾപ്പിച്ചു കൊടുക്കുമായിരുന്നു. അവസാന വർഷം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ അത് 2 തവണ പൂർത്തിയാക്കുകയുണ്ടായി. ആയതിനാൽ റമദാനുമായി വിശുദ്ധ ഖുർആന് പ്രത്യേക പ്രാധാന്യവും ബന്ധവും വളരെ ഏറെയാണ്. ചുരുക്കത്തിൽ ഈ കാര്യം ഓർമ്മിക്കുകയും ഖുർആൻ പാരായണം ചെയ്യുകയും കേൾക്കുകയും ദർസുകളിൽ പങ്കെടുക്കുകയും മറ്റും ചെയ്യുന്നതിലേക്ക് സവിശേഷ ശ്രദ്ധ ഉണ്ടാകേണ്ടതാണ്. ഇവിടെ നമ്മുടെ പള്ളികളിൽ വിശുദ്ധ ഖുർആൻ ദർസിനുള്ള സംവിധാനമുണ്ട്, തറാവീഹിനുള്ള ഏർപ്പാടുമുണ്ട്. വിശുദ്ധ ഖുർആൻ പാരായണത്തിലേക്ക് ശ്രദ്ധ ഊന്നിക്കൊണ്ട് MTയിലും എല്ലാ ദിവസവും തിലാവത്ത് വരുന്നുണ്ട്, അതും കേൾക്കേണ്ടതാണ്. പക്ഷേ ഇതിൻ്റെ അനുഗ്രഹങ്ങൾ ലഭ്യമാകണമെങ്കിൽ, അതിൽ നിന്ന് പ്രയോജനം ഉൾക്കൊള്ളണമെങ്കിൽ അത് കേൾക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കാൻ ശ്രമിക്കുകയും വേണ്ടതാണ്. ഒരുപാട് ആളുകൾക്ക് അറബി അറിയില്ല, വിശുദ്ധ ഖുർആൻ ശരിയായ രീതിയിൽ മനസ്സിലാക്കാനും കഴിയുന്നില്ല. അതിന് തർജ്ജമയുണ്ട്. തിലാവത്തിനോടൊപ്പം ഈ തർജ്ജമകളും വായിക്കേണ്ടതാണ്. ദർസുകൾക്കിടയിൽ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഖലീഫമാരെയാണ് ഉദ്ധരിക്കാറുള്ളത്, അവരുടെ ഖുത്ബകളുണ്ട്. അതുപോലെ ദർസുകളിലും വിശദീകരണങ്ങൾ നൽകുന്നു. അത് മുഖേന നമ്മുടെ അറിവും വർദ്ധിക്കാൻ ഇടയാകുന്നു. ചുരുക്കത്തിൽ പ്രയോജനം ലഭിക്കണമെങ്കിൽ വിശുദ്ധ ഖുർആൻ വായിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കാൻ ശ്രമിക്കുകയും വേണം. റമദാൻ ദിവസങ്ങളിൽ പ്രത്യേകമായും ഇക്കാര്യത്തിലേക്ക് അള്ളാഹു ശ്രദ്ധ ക്ഷണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹു പറയുന്നു, ഞാൻ റമദാനിൽ വിശുദ്ധ ഖുർആൻ ഇറക്കിയിരിക്കുന്നു, അതിനെ പ്രത്യേകമായും പാരായണം ചെയ്യുക, അതനുസരിച്ച് പ്രവർത്തിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറുന്നതാണ്. ചുരുക്കത്തിൽ അല്ലാഹു പറയുന്നു, ഇതിൽ സന്മാർഗമുണ്ട്. ഈ ഹിദായത്തിൽ മനുഷ്യന് സഞ്ചരിക്കാൻ കഴിയുന്നത് സത്യാസത്യ വിവേചനത്തിൻ്റെ അറിവിൽ നിന്ന് പ്രയോജനം ഉൾക്കൊള്ളാൻ കഴിയുന്നത് അതനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ്. ആയതിനാൽ ഞാൻ പറഞ്ഞു വന്നതുപോലെ തർജ്ജമയും ദർസും കേൾക്കുമ്പോൾ അതനുസരിച്ച് പ്രവർത്തിക്കാൻ ശ്രമിക്കേണ്ടതാണ്. വിശുദ്ധ ഖുർആൻ നൽകിയ കൽപ്പനകൾ, അധ്യാപനങ്ങൾ അതിനെ പ്രാവർത്തികമാക്കേണ്ടതാണ്. അത് കേട്ട ശേഷം മറന്നുപോകുന്നുവെങ്കിൽ, വായിക്കുകയും പിന്നെ അതിലേക്ക് ശ്രദ്ധ നൽകുകയും ചെയ്യുന്നില്ലെങ്കിൽ വിശുദ്ധ ഖുർആനിൽ നിന്ന് നമുക്ക് പ്രയോജനം ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല. അള്ളാഹു വിശുദ്ധ ഖുർആന്റെ തുടക്കത്തിൽ തന്നെ സൂറ ബക്കറയിൽ ഇക്കാര്യത്തിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട്
അതിൻ്റെ പ്രാധാന്യം വിവരിച്ചിട്ടുണ്ട്. 3-ാമത്തെ ആയത്തിൽ പറയുന്നു, സാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദല്ലിൽ മുത്തഖീൻ. ഇത് സമ്പൂർണമായ ഗ്രന്ഥമാകുന്നു, അതിൽ യാതൊരുവിധ സംശയവുമില്ല. ദോഷബാധയെ സൂക്ഷിക്കുന്നവർക്ക് അത് സന്മാർഗദർശനമാണ്. ചുരുക്കത്തിൽ തഖ്വയിൽ ചരിക്കുന്നതിനും ഒരു യഥാർത്ഥ വിശ്വാസിയാകുന്നതിനും അള്ളാഹു ഈ ഗ്രന്ഥമനുസരിച്ച് പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണെന്ന് പ്രഖ്യാപിക്കുന്നു. റമദാനിൽ നമ്മൾ എങ്ങനെയാണ് തഖ്വയിൽ ചരിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ സാമീപ്യം കരസ്ഥമാക്കാൻ ശ്രമിക്കുക എന്നും ഒരു യഥാർത്ഥ വിശ്വാസിയാകുന്നതിനുള്ള മാതൃകയാകാൻ ശ്രമിക്കുകയെന്നും സന്മാർഗം പ്രാപിക്കുകയെന്നും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളുടെ അവകാശികൾ ആകുകയെന്നുമുള്ള അന്വേഷണത്തിലായിരിക്കും. ആയതിനാൽ അള്ളാഹു പറയുന്നു, ഇതാണ് ലക്ഷ്യമെങ്കിൽ നിങ്ങൾക്ക് നൽകപ്പെട്ട ഈ ഗ്രന്ഥമനുസരിച്ച് പ്രവർത്തിക്കുക. നിങ്ങൾ ഇതനുസരിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ പിന്നെ ഒരുപാട് പ്രയോജനങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. അള്ളാഹു വളരെ വ്യക്തമായും പറയുന്നു, ഈ നീരുറവിയിൽ വളരെ ശുദ്ധഹൃദയത്തോടുകൂടി പ്രയോജനം തേടാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പ്രയോജനം ലഭിക്കുന്നതാണ്. അവർ തഖ്വയിൽ മുന്നോട്ട് ഗമിക്കുന്നതാണ്. അവർ സന്മാർഗം സിദ്ധിച്ചവരിലും ഉൾപ്പെടുന്നതാണ്. കാരണം ഈ ഗ്രന്ഥത്തിൽ യാതൊരുവിധ സംശയങ്ങളുമില്ല. അത് ദോഷബാധയെ സൂക്ഷിക്കുന്നവർക്ക് സന്മാർഗമാകുന്നു. ഹസ്രത്ത് മസീമദ് അലി ഇസ്ലാം പറയുന്നു, അതിൻ്റെ അനുഗ്രഹങ്ങളുടെയും നന്മകളുടെയും വാതിൽ എപ്പോഴും തുറന്നിരിക്കുന്നു. അത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതുപോലെ എല്ലാ കാലഘട്ടങ്ങളിലും വളരെ വ്യക്തവും പ്രകാശപൂരിതവുമാണ്. നിങ്ങൾ പരിശുദ്ധ ഹൃദയത്തോടുകൂടി ഇതിലേക്ക് വരികയാണെങ്കിൽ എല്ലാ തിന്മകളിൽ നിന്നും രക്ഷപ്പെടുന്നതാണെന്നും സന്മാർഗം സിദ്ധിച്ചവരിൽ ഉൾപ്പെടുന്നതാണെന്നും നിങ്ങൾ ദോഷബാധയെ സൂക്ഷിക്കുന്നവരിൽ ഉൾപ്പെടുന്നതാണെന്നും ഈ ഗ്രന്ഥം പ്രഖ്യാപിക്കുന്നു. ഹദ്രത്ത് മസീമദ് അലി ഇസ്ലാം പറഞ്ഞതുപോലെ അതിൻ്റെ അനുഗ്രഹങ്ങൾ എപ്പോഴും തുറന്നുകൊണ്ടിരിക്കുന്നു. എപ്പോഴും അതനുസരിച്ച് പ്രവർത്തിക്കുന്നവർക്ക് എല്ലാ തരത്തിലുള്ള തിന്മകളിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയുന്നതാണ്. വഴിയിലുള്ള മുൾപടർപ്പുകളും തെറ്റായ കാര്യങ്ങളും മനുഷ്യന്റെ ശ്രദ്ധയെ അതിലേക്ക് വലിച്ചടിപ്പിക്കുന്നു. അവരെ ദീനിൽ നിന്ന് അകറ്റുന്നതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അത് തിന്മയിലേക്ക് കൊണ്ടുപോകുന്നവയാണ്. വിശുദ്ധ ഖുർആൻ അനുസരിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്നതാണ്. ചുരുക്കത്തിൽ നമ്മൾ എപ്പോഴും ഒരു കാര്യം ഓർമ്മ വയ്ക്കണം. റമദാനിൽ നമ്മൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതിലേക്കും കേൾക്കുന്നതിലേക്കും തറാവീഹിലെ നമസ്കരിക്കാൻ വരുന്നതിലേക്കും ദർസുകളിലേക്കും വീടുകളിലും നേരത്തതിലധികം ഖുർആൻ പാരായണം ചെയ്യുന്നതിലേക്കും ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ഖുർആൻ മുഴുവനായി ഓത തീർക്കാൻ കഴിയുന്നില്ലെങ്കിൽ ചുരുങ്ങിയത് കുറച്ചെങ്കിലും സമയം തീർച്ചയായും ഈ ദിവസങ്ങളിൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യേണ്ടതാണ്. ആദ്യം റമദാനിൽ ഒരു പ്രാവശ്യമെങ്കിലും അത് ഓതി തീർക്കാൻ ശ്രമിക്കേണ്ടതാണ്. ഞാൻ പറഞ്ഞു വന്നതുപോലെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും അത് തന്നെയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ചുരുങ്ങിയത് റമദാനിൽ പ്രത്യേകമായും അതൊരു വട്ടം ഓതി തീർക്കുമായിരുന്നു. ഹദ്രത്ത് ജിബ്രീൽ അലി ഇസ്ലാമിന് അത് ഓതി കേൾപ്പിച്ചിരുന്നു. ആയതിനാൽ അതിൽ നിന്ന് പ്രയോജനമെടുക്കുന്നതിനും ഈ സുന്നത്ത് പ്രാവർത്തികമാക്കി അതിൽ നിന്ന് അനുഗ്രഹം ലഭിക്കുന്നതിനും വേണ്ടി നമ്മളും ഒരു പ്രാവശ്യമെങ്കിലും അത് പൂർണ്ണമായും ഓതി തീർക്കേണ്ടതാണ്. പിന്നെ ഞാൻ പറഞ്ഞു വന്നതുപോലെ തഫ്സീറുകളും തർജ്ജമകളുമുണ്ട്. അറബി അറിയാത്തവർ, അറബി രാഷ്ട്രങ്ങളിൽ അല്ലാത്ത ഒരുപാട് ആളുകൾ ലോകത്തുണ്ട്. അവർക്ക് അറബി അറിയില്ല. അവർ അതോടൊപ്പം തർജ്ജമ വായിച്ചു നോക്കേണ്ടതാണ്. അതനുസരിച്ച് പ്രവർത്തിക്കുന്നതിന് വേണ്ടി അതിലെ പോയിന്റുകൾ എടുക്കേണ്ടതാണെന്ന് ഞാൻ കഴിഞ്ഞ ഖുത്ബയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് അതനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്നതും നമ്മൾ സന്മാർഗം പ്രാപിച്ചവരാകുന്നതുമാണ്. നന്മയും തിന്മയെയും പറ്റി ശരിയായ അറിവ് ലഭ്യമാകുന്നതാണ്. ശരിയായ സന്മാർഗത്തിലേക്ക് നമുക്ക് അറിവ് കിട്ടുന്നതാണ്. തഖ്വയുടെ ശരിയായ പാതകളെ സംബന്ധിച്ച് നമുക്ക് ബോധ്യമുണ്ടാകുന്നതാണ്. പിന്നെ നമ്മൾ അതനുസരിച്ച് പ്രവർത്തിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ കരസ്ഥമാക്കുന്നവരാകത്തീരുന്നതുമാണ്. ചില ആളുകൾ വിശുദ്ധ ഖുർആൻ വളരെ പ്രയാസമുള്ള ഗ്രന്ഥമാണെന്ന് കരുതുന്നു. എന്നാൽ അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നു, വലക്കത് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ. തീർച്ചയായും നാം ഈ ഖുർആനെ ഉപദേശത്തിനു വേണ്ടി വളരെ സരളമാക്കിയിരിക്കുന്നു. ഉപദേശം സ്വീകരിക്കുന്നവരായി നിങ്ങളിൽ ആരെങ്കിലുമുണ്ടോ? ചുരുക്കത്തിൽ ഇത് അള്ളാഹുവിൻ്റെ ഒരു പ്രഖ്യാപനമാണ്. മനുഷ്യനെ സൃഷ്ടിച്ചവനാണ് ഈ പ്രഖ്യാപനം നടത്തുന്നത്. അവന് മനുഷ്യന്റെ പ്രകൃതത്തെ സംബന്ധിച്ചറിയാം. അവൻ്റെ അവസ്ഥകളെയും അവൻ്റെ കഴിവുകളെ സംബന്ധിച്ചും അറിവുള്ളവനാണ്. പറയുന്നു, ഞാൻ വിശുദ്ധ ഖുർആനിൽ വളരെ എളുപ്പമുള്ള അധ്യാപനങ്ങളാണ് നൽകുന്നത്. അതനുസരിച്ച് പ്രവർത്തിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് തീർച്ചയായും ശ്രമിക്കേണ്ടതുണ്ട്. അങ്ങനെ പരിശ്രമിക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ വിജയികളായി തീരുന്നതാണ്.
അതുകൊണ്ട് നിങ്ങൾക്കുള്ള ഉപദേശം എന്തെന്നാൽ അതനുസരിച്ച് പ്രവർത്തിക്കുന്നതിന് പൂർണ്ണമായും ശ്രമിക്കുക. വെറും പേരിന് മാത്രമുള്ള മുസ്ലിമായാൽ പോരാ. അതായത് നമ്മൾ അഹമ്മദികൾ വെറും വാക്ക് പറയുന്നവരാകരുത്. കാരണം നമ്മൾ ഏതായാലും പേരിന് മാത്രമുള്ള മുസ്ലിങ്ങളല്ല, മറിച്ച് നമ്മൾ ഈ കാലഘട്ടത്തിന്റെ വാഗ്ദത്ത മഹദി മസീഹിനെ അംഗീകരിച്ചവരാണ്. അള്ളാഹുവിന്റെ സാമീപ്യം കിട്ടുന്നതിന് വേണ്ടിയാണ് വിശ്വസിച്ചത്. അള്ളാഹുവിന്റെ പ്രവചനമനുസരിച്ച് വന്ന ആളെ അള്ളാഹുവിന്റെ കൽപ്പനയെ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയാണ് വിശ്വസിച്ചിട്ടുള്ളത്. ആയതിനാൽ നമ്മൾ വിശ്വസിച്ചതുകൊണ്ട് നമ്മൾ ഇനി ഖുർആന്റെ കൽപ്പനകൾ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കേണ്ടതാണ്. ഇനി നമ്മളിൽ ഈ കാര്യമില്ലെങ്കിൽ നമ്മുടെ ബയ്യത്തും പ്രയോജനരഹിതമാണ്. അള്ളാഹു പറയുന്നു, ഞാൻ ഈ ഖുർആനെ സരളമാക്കിയിരിക്കുന്നു. മനുഷ്യന്റെ പ്രകൃതിയെ പരിഗണിച്ചുകൊണ്ട് വളരെ ലളിതമായ രീതിയിൽ ഉപദേശിക്കുന്നു. അതനുസരിച്ച് ഓരോ മനുഷ്യനും വളരെ എളുപ്പത്തിൽ പ്രവർത്തിക്കാൻ കഴിയുന്നതാണ്. എല്ലാ ചട്ടക്കൂടുകളും കൽപ്പനകളും ഇബാദത്തുകളുടെ രീതികളും വിവരിച്ചു തന്നിരിക്കുന്നു. സാമ്പത്തികവും സാമൂഹികവുമായ കൽപ്പനകളും പരസ്പര ബന്ധം എങ്ങനെയുള്ളതായിരിക്കണമെന്നും വിവരിച്ചിരിക്കുന്നു. അത് പ്രാവർത്തികമാക്കിക്കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനമുണ്ടാകുന്നതിനും നിങ്ങളുടെ ചുറ്റുപാടും സമാധാനപൂർണമായി തീരുന്നതിനും വേണ്ടിയാണിത്. അങ്ങനെ നിങ്ങൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളുടെ അവകാശികളായി തീരുന്നതുമാണ്. ചുരുക്കത്തിൽ ഈ കാര്യം നല്ലപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. നമ്മൾ ഈ കാര്യം മനസ്സിലാക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് അവകാശികളായി തീരുന്നതുമാണ്. നമ്മുടെ കുടുംബ ബന്ധങ്ങളും നല്ലതായി തീരും. നമ്മുടെ സാമൂഹിക ബന്ധങ്ങളും നന്നാകുന്നതാണ്. പിന്നെ നമ്മുടെ മറ്റ് ഭൗതികമായ കഴിവുകളുണ്ട്, അതിലും വളരെയേറെ പുരോഗതി കൈവരിക്കാൻ കഴിയുന്നതാണ്. ദൈവികമായ അറിവ് കരസ്ഥമാക്കുന്നതിന് വേണ്ടി നമുക്ക് ശ്രദ്ധയുണ്ടാകുന്നതാണ്. നമ്മൾ അഹമ്മദികൾ സൗഭാഗ്യവാന്മാരാണ്. നമുക്ക് ഈ കാലഘട്ടത്തിലെ വാഗ്ദത്ത മസീഹിനെ അംഗീകരിക്കാൻ തൗഫീക്ക് ലഭിച്ചിരിക്കുന്നു. ആ മഹാത്മാവിനെ അള്ളാഹു നീതിമാനായ വിധികർത്താവായി അയച്ചിരിക്കുന്നു. അദ്ദേഹം വിശുദ്ധ ഖുർആന്റെ മറഞ്ഞിരിക്കുന്ന ഖജനാവുകൾ നമുക്ക് നൽകുകയുണ്ടായി. ഒരുപാട് ഖുർആന്റെ ദിവ്യജ്ഞാനങ്ങൾ എടുത്ത് നമുക്ക് മുന്നിൽ വെക്കുകയുണ്ടായി. നമ്മുടെ ശിക്ഷണത്തിനും അറിവിനും വേണ്ടി നമുക്ക് വളരെ വ്യക്തമായ നിലയിൽ കൽപ്പനകളും ചില സമയത്ത് നമുക്ക് മനസ്സിലാകാത്തവയും അദ്ദേഹം വളരെ സരളമായ രീതിയിൽ വിവരിച്ചു തന്നിരിക്കുന്നു. അള്ളാഹു ഇത് വളരെ എളുപ്പമാക്കി എന്ന് പറയുമ്പോൾ അത് എളുപ്പമാക്കുന്നതിന് വേണ്ടി അള്ളാഹു തന്നെ വ്യത്യസ്ത സമയങ്ങളിൽ അധ്യാപകരെയും നിയമിച്ചിരിക്കുന്നു. ഈ കാലഘട്ടത്തിൽ വിശുദ്ധ ഖുർആന്റെ കവാടങ്ങൾ തുറക്കുന്നതിന് വേണ്ടി വാഗ്ദത്ത മഹദി മസീഹിനെയാണ് അയച്ചിട്ടുള്ളത്. ആ മഹാത്മാവ് അതെല്ലാം നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നു. ഇനി നമ്മൾ വാഗ്ദത്ത മഹദി മസീഹ് അലൈഹി ഇസ്ലാം നൽകിയ വിശദീകരണങ്ങളെയും അർത്ഥങ്ങളെയും വിശുദ്ധ ഖുർആന്റെ തഫ്സീറുകളെയും മനസ്സിലാക്കി അതനുസരിച്ച് പ്രാവർത്തികമാക്കുന്നവരായി തീരുന്നില്ലെങ്കിൽ അത് നമ്മുടെ ദൗർഭാഗ്യമായിരിക്കും. ഈ കാലഘട്ടത്തിൽ അള്ളാഹു തൻ്റെ വാഗ്ദാനമനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനമനുസരിച്ച് ഒരു പ്രതിനിധിയെ അയച്ചിരിക്കുകയാണ്. ചുരുക്കത്തിൽ ആ മഹാത്മാവിൽ വിശ്വസിക്കുകയും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ കേൾക്കുകയും അദ്ദേഹത്തിൻ്റെ വിശുദ്ധ ഖുർആൻ തഫ്സീറുകളിൽ പര്യാലോചന നടത്തുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക എന്നതാണ് ഇനി നമ്മുടെ കർത്തവ്യം. നമ്മളിത് ചെയ്യുകയാണെങ്കിൽ നാം നമ്മുടെ ജീവിതം വിജയപ്രദമാക്കുന്നവരായി തീരുന്നതാണ്. അതുകൂടാതെ ഖലീഫമാരും തഫ്സീറുകൾ നൽകിയിട്ടുണ്ട്. ഹദ്റത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു അൻഹു തഫ്സീർ കബീർ എഴുതിയിട്ടുണ്ട്. അതിലേറെക്കുറെ വിശുദ്ധ ഖുർആനിലെ പകുതിയോളം ഭാഗം കവർ ചെയ്തിട്ടുമുണ്ട്. അതുകൂടാതെയും തർജ്ജമയും തഫ്സീറുകളുമുണ്ട്. തഫ്സീർ സഗീറുണ്ട്, അതിലും ഒരുപാട് വിശദീകരണങ്ങളുണ്ട്. ഇവയിലെല്ലാം ഒരുപാട് കൽപ്പനകളുമുണ്ട്. ഈ ഗ്രന്ഥങ്ങളിൽ ഒരുപാട് വിശദീകരണങ്ങളും നൽകപ്പെട്ടിരിക്കുന്നു. ഇംഗ്ലീഷിലും അറബിയിലും അതിൻ്റെ എല്ലാം തർജ്ജമകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ആകയാൽ ഇതിലേക്ക് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധ കൊടുക്കേണ്ടതാണ്. വിവിധ ഭാഷകളിലും ജർമ്മനിയിലും മറ്റും തർജ്ജമ നടന്നുകൊണ്ടിരിക്കുന്നു. റമദാൻ മാസത്തിൽ നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുന്നതിലേക്ക് ശ്രദ്ധിക്കുന്നതോടൊപ്പം തന്നെ അത് ഒരു തവണയെങ്കിലും പൂർണ്ണമായും ഓതി തീർക്കാനും ശ്രമിക്കേണ്ടതാണ്. അതോടൊപ്പം അതിൻ്റെ അർത്ഥങ്ങളെ സംബന്ധിച്ച് ചിന്തിക്കാനും അതിൻ്റെ ആശയങ്ങളെക്കുറിച്ച് പര്യാലോചന നടത്താനും ശ്രമിക്കേണ്ടതാണ്. അതിലെ കൽപ്പനകൾ അന്വേഷിക്കുകയും അത് ജീവിതങ്ങളുടെ ഭാഗമാക്കാൻ ശ്രമിക്കുകയും വേണം. ഖുർആനെ വെറുതെ സ്നേഹിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല, വളരെ സൂക്ഷിച്ചെടുത്തു വെച്ചതുകൊണ്ടും പ്രയോജനമില്ല. വെറുതെ നെറ്റിയിൽ വെച്ച് ആദരിക്കുന്നതും പ്രയോജനപ്രദമല്ല. കുട്ടികളുടെ ആമീൻ പരിപാടി നടത്താൻ ആളുകൾ എൻ്റെ അടുക്കൽ വരാറുണ്ട്. അവരൊരു കാര്യം ഓർമ്മിക്കണം, കുട്ടികൾക്ക് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുക എന്ന പ്രാഥമിക കർത്തവ്യം അവർ നിർവഹിച്ചിരിക്കുന്നു. ഇനി അത് സ്ഥായിയായി പാരായണം ചെയ്യുന്നതിനുള്ള താല്പര്യം ഉണ്ടാക്കേണ്ടതും അവരുടെ കടമയാണ്. മാതാപിതാക്കൾ ഇക്കാര്യത്തിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ.
സ്വയം വിശുദ്ധ ഖുർആൻ കൃത്യമായി പാരായണം ചെയ്യേണ്ടതാണ്. അങ്ങനെ കുട്ടികൾ തങ്ങളുടെ മാതാപിതാക്കൾ അത് പാരായണം ചെയ്യുന്നത് കാണുന്നതാണ്. സ്വയം അതിൻ്റെ അർത്ഥങ്ങളും തഫ്സീറുകളും പഠിക്കുന്നതിനും അത് മനസ്സിലാക്കുന്നതിനും അതിലെന്തെല്ലാമാണ് കൽപ്പനകളുള്ളതെന്നും മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടതാണ്. അങ്ങനെയായാൽ കുട്ടികൾ ചോദിക്കുമ്പോൾ അവർക്ക് മറുപടി നൽകാൻ കഴിയും. ചില കുട്ടികൾ ചെറിയ ചെറിയ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നു. മാതാപിതാക്കൾ അതിന് എന്താണ് മറുപടി എന്ന് ചോദിച്ചുകൊണ്ട് എഴുതി അയക്കുകയും ചെയ്യുന്നു. വാസ്തവത്തിൽ തർജ്ജമയും തഫ്സീറും അല്പമെങ്കിലും വായിച്ചിട്ടുണ്ടെങ്കിൽ സ്വന്തം നിലയ്ക്ക് തന്നെ മാതാപിതാക്കൾക്ക് മറുപടി നൽകാൻ കഴിയുന്നതാണ്. അവർക്ക് മറ്റാരുടെയും സഹായം തേടേണ്ടി വരുന്നതല്ല. ചുരുക്കത്തിൽ ആമീൻ പരിപാടിക്ക് ശേഷം അവർക്ക് ഉത്തരവാദിത്തങ്ങൾ കൂടുതലായി വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അള്ളാഹുവിൻ്റെ ഗ്രന്ഥം അത് സന്മാർഗ ഗ്രന്ഥമാകുന്നു. നമ്മളത് നമ്മുടെ കുട്ടികളെ പഠിപ്പിച്ചു. ഇനി അതിനോടുള്ള സ്നേഹം അവരുടെ ഹൃദയങ്ങളിൽ ഉണ്ടാക്കേണ്ടതാണ്. ഈ സ്നേഹം ഉണ്ടാകണമെങ്കിൽ നമ്മൾ സ്വയം ഈ ഗ്രന്ഥത്തോട് സ്നേഹം പ്രകടിപ്പിക്കുന്നവരായി തീരണം. ആയതിനാൽ ഓരോ അഹമ്മദിയും സ്വന്തമായും അവരുടെ ഭാര്യ മക്കളും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നവരായി തീരാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അതിനുള്ള ചിന്ത ഉണ്ടാകേണ്ടതാണ്. തർജ്ജമകൾ വായിക്കുക. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിൻ്റെ തഫ്സീറുകൾ വായിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഖലീഫമാരുടെ തഫ്സീറുകളിൽ പലതും ലഭ്യമാണ്. അത് വായിക്കുക, ഓഡിയോ കേൾക്കുക. MTയിൽ അത് വരുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ വിശുദ്ധ ഖുർആനെ പഠിക്കുന്നില്ലെങ്കിൽ നമ്മൾ സ്വയം ആശങ്കപ്പെടേണ്ടിയിരിക്കുന്നു. ഓരോരുത്തരും തങ്ങളെ സംബന്ധിച്ച് ചിന്തിക്കണം. അതിനുശേഷം നമ്മൾ ബയ്യത്തിൻ്റെ കടമകൾ നിറവേറ്റുന്നുണ്ടോ എന്നും ഇനി ഈ ലക്ഷ്യസാധ്യത്തിന് വേണ്ടി നമ്മൾ എന്തു ചെയ്തു എന്നും നോക്കണം. അതിനുവേണ്ടിയാണ് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം വന്നത്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം ഒരു സ്ഥലത്ത് പറയുന്നു, അധികം മുസ്ലിങ്ങളും വിശുദ്ധ ഖുർആനെ ഒഴിവാക്കിയിരിക്കുന്നു എന്നതാണ് വസ്തുത. എന്നിട്ടും വിശുദ്ധ ഖുർആന്റെ തേജസ്സും അനുഗ്രഹങ്ങളും അതിൻ്റെ സ്വഭാവങ്ങളും എപ്പോഴും സജീവവും സക്രിയവുമാകുന്നു. ഈ കാലഘട്ടത്തിൽ അതിൻ്റെ തെളിവ് നൽകാനാണ് ഞാൻ അയക്കപ്പെട്ടിട്ടുള്ളത്. ആ മഹാത്മാവ് പറയുന്നു, അതിൻ്റെ തെളിവ് നൽകുന്നതിന് വേണ്ടി ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നു. അള്ളാഹു എപ്പോഴും യഥാസമയത്ത് തൻ്റെ ദാസന്മാരെ തൻ്റെ സഹായത്തിനു വേണ്ടി അയച്ചുകൊണ്ടിരിക്കുന്നു. കാരണം അവൻ വാഗ്ദാനം ചെയ്തത് ഇന്നാ നഹ്നു നസ്സൽന സിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ, തീർച്ചയായും നാം തന്നെയാണ് ഈ പ്രബോധന ഗ്രന്ഥത്തെ ഇറക്കിയത്. വിശുദ്ധ ഖുർആൻ ഇറക്കിയത് നാം തന്നെയാണ്. അതിനെ സംരക്ഷിക്കുകയും ചെയ്യുന്നതാണ്. ആയതിനാൽ ഓരോ അഹമ്മദിയും ഓർക്കുക, നമുക്കെന്തെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ വിശുദ്ധ ഖുർആനിലെ അനുഗ്രഹം മുഖേനയാണ് കിട്ടുക. നമ്മൾ അതിലേക്ക് ഒരുപാട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. തുടർന്ന് ആ മഹാത്മാവ് പറയുന്നു, വിശുദ്ധ ഖുർആൻ ഒഴിവാക്കിക്കൊണ്ട് വിജയം വരിക്കാമെന്നത് അസ്ഥാനത്തുള്ള കാര്യമാകുന്നു. അത്തരത്തിലുള്ള വിജയം ഒരു കൽപ്പിത സംഗതി മാത്രമാണ്. അതിനുവേണ്ടിയാണ് ഈ ആളുകൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്. സഹാബാക്കളുടെ മാതൃക അവലംബിക്കുക. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുകയും ദീനിന് ദുനിയാവിനേക്കാൾ മുൻഗണന നൽകുകയും ചെയ്തപ്പോൾ അള്ളാഹു അവരോട് ചെയ്ത എല്ലാ വാഗ്ദാനങ്ങളും സാക്ഷാത്കരിച്ചു കൊടുത്തു. പുറത്തേക്ക് സ്വൈര്യമായി ഇറങ്ങാൻ പോലും കഴിയുമായിരുന്നില്ല. പക്ഷേ രാജാക്കന്മാർ ഉണ്ടാകുമെന്നാണ് വീമ്പിളക്കുന്നത് എന്ന് പറഞ്ഞ് ആരംഭത്തിൽ എതിരാളികൾ പരിഹസിക്കുകയായിരുന്നു. എന്നാൽ സഹാബാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുസരണത്തിൽ വിലയം പ്രാപിച്ചപ്പോൾ നൂറ്റാണ്ടുകളായി അവർക്ക് കിട്ടാതിരുന്ന കാര്യങ്ങൾ അവർക്ക് ലഭ്യമായി. ചുരുക്കത്തിൽ ഈ കാര്യം നല്ലപോലെ ഓർമ്മിക്കുക. വിശുദ്ധ ഖുർആനിലെ അധ്യാപനങ്ങൾക്ക് മാത്രമാണ് നമുക്ക് വിജയം നൽകാൻ കഴിയുകയുള്ളൂ. നമ്മൾ അതനുസരിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ മാത്രമാണ് നമുക്ക് വിജയങ്ങൾ ലഭ്യമാവുകയുള്ളൂ. അതോടൊപ്പം അള്ളാഹുവിൻ്റെ സാമീപ്യം കരസ്ഥമാക്കാനും ശ്രമിക്കേണ്ടതാണ്. ഒരു നിവേദനത്തിൽ പറയുന്നു, ഹദ്റത്ത് അബൂ മൂസയിൽ നിന്നുള്ള നിവേദനം, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുർആൻ ഓതുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന വിശ്വാസി സ്വാദും സുഗന്ധവുമുള്ള ഫലത്തെ പോലെയാകുന്നു. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാതിരിക്കുകയും എന്നാൽ അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന വിശ്വാസി, അതായത് എവിടുന്നെങ്കിലും കേൾക്കുന്നതനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളാണെങ്കിൽ അയാളുടെ ഉദാഹരണം ഈന്തപ്പഴം പോലെയാണ്. അതിൻ്റെ സ്വാദ് നല്ലതാണെങ്കിലും അതിന് സുഗന്ധമൊന്നുമില്ല. അതുപോലെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന മുനാഫിക്കിന്റെ ഉദാഹരണം സുഗന്ധമുള്ള ചെടിയെ പോലെയാണ്. അതിൻ്റെ സുഗന്ധം നല്ലതാണെങ്കിലും ഒരു സ്വാദുമുണ്ടായിരിക്കുന്നതല്ല. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാതിരിക്കുന്ന കപടവിശ്വാസി കയ്പുള്ള ഫലത്തെ പോലെയാകുന്നു. അതിൻ്റെ സ്വാദ് കയ്പുള്ളതാകുന്നു, അതിന് സുഗന്ധമൊന്നുമില്ലതാനും. ചുരുക്കത്തിൽ ഇതിൽ നിന്ന് കാര്യങ്ങളെല്ലാം വ്യക്തമാകുന്നു. നമ്മൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യേണ്ടതാണ്.
അത് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ ശ്രമിക്കുകയും വേണം. നാം അതനുസരിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ സുഗന്ധവും സ്വാദിഷ്ടവുമായ ഫലത്തെപ്പോലായി തീരുന്നതാണ്. വളരെ മനോഹരമായ ഒരു ഉദാഹരണമാണ് നൽകിയിട്ടുള്ളത്. നമ്മളൊരു കാര്യം ഓർക്കണം, ഇതും മനുഷ്യപ്രകൃതത്തിൽപ്പെട്ട കാര്യമാകുന്നു. നല്ല സ്വാദുള്ളതും സുഗന്ധമുള്ളതുമായ കാര്യങ്ങൾ മുഖേന ഒരു മനുഷ്യന് സന്തോഷമുണ്ടാകുന്നു. അത് കൂടെ കൂടെ ഭക്ഷിക്കാനുള്ള താല്പര്യമുണ്ടാകുന്നു. അതുപോലെ വിശുദ്ധ ഖുർആൻ കൂടെ കൂടെ പാരായണം ചെയ്യാനും മനസ്സിലാക്കാനും ആഗ്രഹമുണ്ടാകണം. ഇങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ അത് നമുക്ക് മാത്രമല്ല പ്രയോജനം നൽകുക, മറിച്ച് നമ്മുടെ മക്കൾക്കും നമ്മുടെ ചുറ്റുപാടും അത് മുഖേന പ്രയോജനമുണ്ടാകുന്നതാണ്. ഇവർ തന്നെയാണ് തഖ്വയിൽ അഭിവൃദ്ധിപ്പെടുന്നവർ. അവർ അതനുസരിച്ച് പ്രവർത്തിക്കുന്നവരും സന്മാർഗം പ്രാപിക്കുന്നവരുമാകുന്നു. പിന്നെ അവർ ലോകത്തിന് പ്രയോജനപ്രദമായ വ്യക്തിത്വങ്ങളായി മാറുന്നു. അവരിൽ നിന്ന് ലോകം അനുഗ്രഹം കരസ്ഥമാക്കുന്നു. അവർ സ്വയം സമാധാനപൂർണമായ ജീവിതം നയിക്കുന്നു, ലോകത്തിന് സമാധാനം നൽകുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള മാതാപിതാക്കൾ തങ്ങളുടെ മക്കളോടുള്ള കടമകൾ നിറവേറ്റുന്നവരാകുന്നു. അവർ തങ്ങളുടെ അയൽവാസികളുടെ കടമകൾ നിറവേറ്റുന്നവരാണ്. അവർ തങ്ങളുടെ ഭൗതികമായ കടമകളിലും തങ്ങളുടെ ചുറ്റുപാടുകളിലും പരസ്പരം കടമകൾ നിർവഹിക്കുന്നവരാകുന്നു. അതുപോലെ അവർ ജമാഅത്ത് സംവിധാനത്തിലും ജമാഅത്ത് സേവനങ്ങൾ ചെയ്തുകൊണ്ട് തങ്ങളുടെ കടമകൾ നിർവഹിക്കുന്നവരാണ്. കാരണം അവർ വിശുദ്ധ ഖുർആൻ നൽകിയ സന്മാർഗമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകുന്നു. അവർ ഇബാദത്തിന്റെ കടമകൾ നിറവേറ്റുന്നവരുമാകുന്നു. പിന്നെ ഞാൻ പറഞ്ഞു വന്നതുപോലെ അത്തരം മാതാപിതാക്കൾ കുട്ടികൾക്ക് മുന്നിൽ മാതൃകയായി തീരുന്നു. മക്കൾ അവരെ റോൾ മോഡലായി മനസ്സിലാക്കുന്നു. ഭാര്യമാർ അവരെ തങ്ങളുടെ മാതൃകയാണെന്ന് മനസ്സിലാക്കുന്നു. പിന്നെ അത് ദീനീബോധമുള്ളതും നന്മയുള്ളതുമായ അന്തരീക്ഷമായി മാറുന്നു. അവിടെ എപ്പോഴും അള്ളാഹു അനുഗ്രഹങ്ങൾ വർഷിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ വിശുദ്ധ ഖുർആനിലെ അധ്യാപനങ്ങളനുസരിച്ച് പ്രവർത്തിക്കുന്നതിൽ മാത്രമാണ് നന്മയുള്ളത്. അത് അള്ളാഹുവിൻ്റെ പ്രഖ്യാപനമാകുന്നു. അതിൽ നിന്നാണ് സന്മാർഗം കരസ്ഥമാവുക. സന്മാർഗം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഒരു വ്യക്തമായ വ്യതിരിക്തത കാണുന്നതാണ്. അത് നിങ്ങളുടെ ജീവിതങ്ങളിൽ ഒരു വിപ്ലവം സംജാതമാക്കുന്നതാണ് എന്നും അള്ളാഹു പറയുന്നു. ചുരുക്കത്തിൽ അത് പാരായണം ചെയ്യാനും അത് മനസ്സിലാക്കി പ്രാവർത്തികമാക്കുന്നതിലേക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. തുടർന്ന് അള്ളാഹു പറയുന്നു, വിശുദ്ധ ഖുർആൻ കൃത്യമായി പാരായണം ചെയ്യാതിരിക്കുകയും തർജ്ജമ പഠിക്കാതിരിക്കുകയും അതിൽ പരിചിന്തനം നടത്താതിരിക്കുകയും അതേസമയം ആളുകളിൽ നിന്ന് കേൾക്കുകയും ചെയ്യുന്നവരെ പറ്റി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വിശുദ്ധ ഖുർആൻ ജനങ്ങളിൽ നിന്ന് കേൾക്കുകയോ ഖുർആൻ ദർസുകളിൽ കേൾക്കുകയോ പ്രഭാഷണങ്ങൾ കേൾക്കുകയോ വിശുദ്ധ ഖുർആനിലെ ആയത്തുകളുടെ വിശദീകരണങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ കൽപ്പനകളും സംവിധാനത്തിൻ്റെ ഭാഗത്ത് നിന്ന് വ്യത്യസ്ത സന്ദർഭങ്ങളിൽ നൽകപ്പെടുകയും ചെയ്യുമ്പോൾ, അതായത് ഈ അധ്യാപനമനുസരിച്ച് പ്രവർത്തിക്കണമെന്ന് പറയുമ്പോൾ അതിനുവേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ വിശുദ്ധ ഖുർആന്റെ അധ്യാപനങ്ങളാണെന്ന് കരുതി അതനുസരിച്ച് പ്രവർത്തിക്കാൻ ശ്രമിക്കുകയുമാണെങ്കിൽ അത്തരം വ്യക്തിക്ക് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതിനുള്ള സ്വാദ് ഉണ്ടാകുന്നില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ അംശം ലഭ്യമാകുന്നതാണ്. അയാൾ അതിൻ്റെ സുഗന്ധത്തിൽ നിന്ന് മാത്രമാണ് പ്രയോജനമെടുക്കുന്നത്. എന്നാൽ പ്രകടനപരത എന്ന രീതിയിൽ പാരായണം ചെയ്യുകയും അതേസമയം അതനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളാണെങ്കിൽ അയാൾക്ക് അതിൽ നിന്ന് ഒരു പ്രയോജനവും എടുക്കാൻ സാധ്യമല്ല. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാതിരിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അയാളുടെ ജീവിതത്തിൽ പിന്നെ മുനാഫിക്കത്തിൻ്റെ പാരമ്യത്തിലുള്ള അവസ്ഥയാണ്. താൻ മുസ്ലിമാണെന്നത് അയാളുടെ അധരവ്യായാമം മാത്രമാണ്. അയാൾ ഇസ്ലാമിൻ്റെ അധ്യാപനം അനുസരിച്ച് ഒരു പ്രവർത്തനവും നടത്തുന്നില്ല. കാരണം ഇസ്ലാമിൻ്റെ അധ്യാപനം അനുസരിച്ച് പ്രവർത്തിക്കുന്നത് വിശുദ്ധ ഖുർആന്റെ അധ്യാപനം ലഭ്യമാകാതെ സാധ്യമല്ല. വിശുദ്ധ ഖുർആനിലെ കൽപ്പനകളെ സംബന്ധിച്ച് മനസ്സിലാക്കാതെ അത് നിർവഹിക്കാനും കഴിയുന്നതല്ല. ചുരുക്കത്തിൽ ഈ കാര്യം നമ്മൾ നല്ല പ്രാധാന്യത്തോടു കൂടി മനസ്സിലാക്കണം. നമ്മൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും വേണം. നമ്മൾ സുഗന്ധം കരസ്ഥമാക്കുന്നവരാകുമ്പോൾ അതിൻ്റെ പരിമാണം പരത്തുന്നവരുമായി തീരണം. ആ സുഗന്ധം കരസ്ഥമാക്കുന്നവരായാൽ മാത്രം പോരാ, മറിച്ച് അത് പരത്തുന്നവരുമായി തീരണം. ഒരു നിവേദനത്തിൽ പറയുന്നു, ഹദ്രത്ത് അനസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജനങ്ങളിൽ ചില ആളുകൾ അഹ്ലുല്ല ആകുന്നു. നിവേദകൻ പറയുന്നു, ഇത് കേട്ടപ്പോൾ ഞങ്ങൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, ആരാണ് അഹ്ലുല്ല? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുർആന്റെ ആളുകളാണ് അള്ളാഹുവിൻ്റെ അഹ്ലുകാർ. അവർ അള്ളാഹുവിൻ്റെ പ്രത്യേക ആളുകളായി തീർന്നിട്ടുണ്ടാകും. അതായത് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് അള്ളാഹുവിൻ്റെ അഹ്ലുകാർ. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം പറയുന്നു,
വിശുദ്ധ ഖുർആൻ അനുസരിച്ച് പ്രവർത്തിക്കുന്നവർ മാത്രമാണ് വിജയികളായി തീരുക. ഖുർആനെ ഒഴിവാക്കിക്കൊണ്ട് വിജയം വരിക്കാമെന്നത് ഒരിക്കലും സാധ്യമല്ലാത്ത കാര്യമാകുന്നു. ഞാൻ കഴിഞ്ഞ കുറച്ചു കാലമായി ഖുത്ബകളിൽ വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിന്റെ വളരെയേറെ ഉദ്ധരണികൾ നൽകിയിരുന്നു. ആ മഹാത്മാവ് നമുക്ക് പറഞ്ഞു തന്ന കാര്യങ്ങൾ ചില ഖുത്ബ പരമ്പരകളിൽ ഞാൻ വളരെ വ്യക്തമായും വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. ആ കാര്യങ്ങൾ ഞാൻ ഇവിടെയും ചുരുക്കി പ്രതിപാദിക്കാം. ആ മഹാത്മാവ് പറയുന്നു, വിശുദ്ധ ഖുർആൻ കൂടാതെ വിജയം കൈവരിക്കാൻ സാധ്യമല്ല. മുസ്ലിമാണെന്ന് വാദമുണ്ടെങ്കിൽ പിന്നെ വിശുദ്ധ ഖുർആൻ എന്തുകൊണ്ട് കയ്യിലുണ്ടാകുന്നില്ല? അതനുസരിച്ച് എന്തുകൊണ്ട് പ്രവർത്തിക്കുന്നില്ല? എങ്കിൽ പിന്നെ മുസ്ലിങ്ങളായിട്ട് പോലും വിജയം വരിക്കാനും സാധ്യമല്ല. ചുരുക്കത്തിൽ ഓരോ അഹമ്മദിക്കും തങ്ങളുടെ വിജയം കൈവരിക്കുന്നതിന് വേണ്ടി ഈ കുറിപ്പടി പരീക്ഷിച്ചു നോക്കാവുന്നതാണ്. അത് മുഖേന ദീനും ദുനിയാവും നന്നായി തീരുന്നതാണ്. മുസ്ലിങ്ങളിൽ നിന്നുള്ള വഴക്കും വക്കാണവും ആരോപണങ്ങൾ ഉന്നയിക്കുന്നതും ഭരണകൂടങ്ങൾ ജനങ്ങളുമായി പോരടിക്കുന്നതും ജനങ്ങൾ ഭരണകൂടത്തോട് കലഹിക്കുന്നതും പരസ്പരം കൊലകൾ നടത്തുന്നതും രാജ്യദ്രോഹം ചെയ്യുന്നതും ഒക്കെ വിശുദ്ധ ഖുർആൻ അനുസരിച്ച് പ്രവർത്തിക്കാത്തത് കൊണ്ടാണ്. പറയാനാണെങ്കിൽ എല്ലാവരും ഇരുകൈയിലും ഖുർആൻ ഉണ്ടെന്ന് വാദിക്കുന്നു. പക്ഷേ എല്ലാവരും വിശുദ്ധ ഖുർആന്റെ അധ്യാപനങ്ങളിൽ നിന്നും ദൂരത്താകുന്നു. വിശുദ്ധ ഖുർആൻ അനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നത്? അതനുസരിച്ച് പ്രവർത്തിക്കുന്നതിന് വേണ്ടി ഈ കാലഘട്ടത്തിൽ അള്ളാഹു പ്രതിനിധിയെ അയച്ചിരിക്കുന്നു. അദ്ദേഹത്തെ അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല. അദ്ദേഹത്തെ അംഗീകരിക്കുന്നില്ലെങ്കിൽ അതിൽ നിന്നുള്ള പ്രയോജനം കരസ്ഥമാക്കാൻ സാധ്യമല്ല. അദ്ദേഹത്തെ നമ്മുടെ സന്മാർഗത്തിന് വേണ്ടിയാണ് അള്ളാഹു അയച്ചിട്ടുള്ളത്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം പറയുന്നു, ഓർക്കുക, വിശുദ്ധ ഖുർആൻ യഥാർത്ഥ അനുഗ്രഹങ്ങളുടെ സ്രോതസ്സും മോക്ഷത്തിന്റെ ശരിയായ മാർഗവുമാകുന്നു. വിശുദ്ധ ഖുർആൻ അനുസരിച്ച് പ്രവർത്തിക്കാത്തത് ജനങ്ങളുടെ അബദ്ധമാകുന്നു. അതനുസരിച്ച് പ്രവർത്തിക്കാത്തവരിൽ ഒരു സംഘത്തിന് അതിൽ വിശ്വാസം പോലുമില്ല. അവർ വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ വചനങ്ങളായി മനസ്സിലാക്കുന്നതുമില്ല. ഇവർ വളരെ വിദൂരതയിൽ കഴിയുന്നവരാണ്. എന്നാൽ വിശ്വസിക്കുകയും അള്ളാഹുവിന്റെ കലാമാണെന്ന് അംഗീകരിക്കുകയും മോക്ഷത്തിന്റെ രോഗശമനിയായ കുറിപ്പടിയാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നവർ അതനുസരിച്ച് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ അത് എത്രമാത്രം കൗതുകകരവും സങ്കടകരവുമായ കാര്യമാണ്. അവരിൽ ഒരുപാട് ആളുകൾ ജീവിതം മുഴുവനും ഒരിക്കലും അത് വായിച്ചിട്ട് പോലുമില്ല. ചുരുക്കത്തിൽ അത്തരം ഒരാൾ അള്ളാഹുവിന്റെ കലാമിൽ നിന്ന് പൂർണ്ണമായും അശ്രദ്ധനായിരിക്കുകയും അതിനെ ഗൗനിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ അയാളുടെ ഉദാഹരണം വളരെ ശുദ്ധമായ അരുവിയും തെളിഞ്ഞ വെള്ളവും ഉണ്ടായിട്ടും അത് നിരവധി രോഗങ്ങൾക്ക് ശമനമാണെന്നറിഞ്ഞിട്ടും അതിനെപ്പറ്റി ദൃഢബോധ്യമുണ്ടായിട്ടും ദാഹിച്ചു വലഞ്ഞിട്ടും ഒരുപാട് രോഗങ്ങളിൽ അകപ്പെട്ട ആളായിട്ടും അതിനടുത്ത് പോകാത്ത ആളെപ്പോലെയാകുന്നു. അതയാളുടെ എത്രമാത്രം ദൗർഭാഗ്യവും വിവരക്കേടുമാണ്. അയാൾ ഈ നീരുറവിയിൽ തൻ്റെ അധരങ്ങൾ വയ്ക്കുകയും അതിൽ നിന്ന് ദാഹശമനം വരുവോളം അത് കുടിച്ചുകൊണ്ട് അതിൻ്റെ ആനന്ദവും രോഗശമനദായകമായ ജലത്തിൽ നിന്നും തൃപ്തനാകേണ്ടതുമായിരുന്നു. പക്ഷേ അതേക്കുറിച്ച് അറിവുണ്ടായിട്ടും അജ്ഞനെപ്പോലെ അയാൾ ദൂരെയാണ്. മരണം വന്ന് അന്ത്യം വരുന്ന സമയം വരെയും അയാൾ അതിൽ നിന്ന് അകന്നു നിൽക്കുന്നു. അങ്ങനെ ജീവിതത്തിൻ്റെ അവസാനം വരെയും പലർക്കും വിശുദ്ധ ഖുർആൻ അനുഗ്രഹങ്ങൾ എന്തെല്ലാമാണെന്ന് പോലും മനസ്സിലാകാതെ പോകുന്നു. പറയുന്നു, അത്തരം ആളുകളുടെ അവസ്ഥ വളരെയേറെ ഗുണപാഠദായകമാണ്. മുസ്ലിങ്ങളുടെ അവസ്ഥ ഈ സമയത്ത് ഇത്തരത്തിലുള്ളതായി കഴിഞ്ഞിരിക്കുന്നു. എല്ലാ വിജയങ്ങളും ഈ വിശുദ്ധ ഖുർആനിലാണെന്നും അതനുസരിച്ച് പ്രവർത്തിക്കേണ്ടതാണെന്നും അവർക്കറിയാം. പക്ഷേ ജനങ്ങൾ അത് വിലമതിക്കുന്നില്ല. ഇതെല്ലാം അറിഞ്ഞിട്ടും വിശുദ്ധ ഖുർആന്റെ കൽപ്പനകളെ ഗൗനിക്കുന്നില്ല. പറയുന്നു, ഒരാൾ വളരെയേറെ സഹാനുഭൂതിയോടെയും ഗുണകാംക്ഷിയായും, അതായത് തൻ്റെ ഉദാഹരണം തന്നെ സമർപ്പിച്ചുകൊണ്ട് ആ മഹാത്മാവ് പറയുകയാണ്, ഞാൻ വളരെ സഹതാപത്തോടെയും ഗുണകാംക്ഷിയായും നിങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ എൻ്റെ സഹാനുഭൂതി മാത്രമല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ കൽപ്പനയും വിശ്വാസവും ഇക്കാര്യത്തിലേക്ക് വിളിക്കുന്നു. പക്ഷേ ആ വ്യക്തിയെ വേജനെന്നും ദജ്ജാലെന്നും പറയുന്നു. ഈ സമൂഹത്തിന് മേൽ ഇതിനേക്കാളും സങ്കടകരമായ മറ്റെന്ത് കാര്യമാണ് വരാനുള്ളത്? തുടരുന്നു, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും അനിവാര്യമായിട്ടുള്ള സംഗതി ഈ നീരുറവയെ മഹത്തായ അനുഗ്രഹമാണെന്ന് കരുതുകയും അതിനെ വിലമതിക്കുകയുമാണ്. അതിനെ വിലമതിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതനുസരിച്ച് പ്രവർത്തിക്കുക എന്നത് തന്നെയാകുന്നു. പിന്നെ അള്ളാഹു എങ്ങനെയാണ് അവരെ മുസീബത്തുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും സംരക്ഷിച്ചു കൊണ്ടിരിക്കുക എന്ന് കണ്ടറിയുക. അള്ളാഹു അവർക്ക് വേണ്ടി ഒരു നന്മയുടെ മാർഗം സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് മുസ്ലിങ്ങൾ മനസ്സിലാക്കുകയും ചിന്തിക്കുകയും
അവർ അതിലൂടെ ചരിച്ചുകൊണ്ട് പ്രയോജനം ഉൾക്കൊള്ളുകയും ചെയ്തെങ്കിൽ എത്ര നന്നായേനെ. ചുരുക്കത്തിൽ ഈ കാര്യം തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞു വന്നതുപോലെ മുസ്ലിങ്ങളിൽ എല്ലാ തരത്തിലുള്ള തിന്മകളിലും ഉടലെടുക്കുന്നതിന് കാരണമായി തീർന്നത് അവർ അംഗീകരിക്കുകയോ വിശുദ്ധ ഖുർആൻ അനുസരിച്ച് പ്രവർത്തിക്കുകയോ ചെയ്യാത്തതാണ് അതിനുള്ള കാരണം. വിശുദ്ധ ഖുർആൻ അവർ ഉപേക്ഷിച്ചിരിക്കുന്നു. കേവലം പേരിന് മാത്രമുള്ള വാദമേയുള്ളൂ. കൈകളിൽ അതെടുക്കുന്നു, എങ്കിലും കർമ്മപരമായതിനെ ഒഴിവാക്കിയിരിക്കുന്നു. അഹമ്മദികൾക്ക് അവർ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നത് ബാൻ ചെയ്തിരിക്കുന്നു. പാരായണം ചെയ്യാൻ സാധ്യമല്ല. പാകിസ്ഥാനിൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതിൽ വിലക്കുണ്ട്. അവർ സ്വയം അത് അനുസരിച്ച് പ്രവർത്തിക്കുന്നില്ല. നമ്മളോട് ഇങ്ങനെ പറയുകയും ചെയ്യുന്നു. പക്ഷേ വിശുദ്ധ ഖുർആന്റെ അധ്യാപനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് എടുത്തു മാറ്റാൻ സാധ്യമല്ല. എത്ര വേണമെങ്കിലും പരിശ്രമിച്ചു കൊള്ളുക. അതിനോടുള്ള സ്നേഹം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മാറ്റാൻ സാധ്യമല്ല. ചുരുക്കത്തിൽ നമ്മൾ അഹമ്മദികൾ പ്രത്യേകമായും ഈ കാര്യത്തിലേക്ക് ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ അഹമ്മദികൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അവർ വിശുദ്ധ ഖുർആനെ വിസ്മരിക്കുകയും ഒഴിവാക്കുകയും ചെയ്ത കാരണത്താൽ അത് മനസ്സിലാക്കി കൊടുക്കുന്ന ആളുകളുടെ പാഠങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കാത്തതിനാൽ അവരുടെ അവസ്ഥ എന്തായി എന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നു. എല്ലാ സ്ഥലത്തും അസ്വസ്ഥതയും അസമാധാനവുമാണ്. അതുകൊണ്ട് അവർ ചിന്തിക്കേണ്ടിയിരിക്കുന്നു, മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടതാണ്. വിശുദ്ധ ഖുർആനെ സന്മാർഗങ്ങളുടെ നീരറിയായി മനസ്സിലാക്കുകയാണെങ്കിൽ അതനുസരിച്ച് പ്രവർത്തിക്കേണ്ടതും അനിവാര്യമാണ്. ഒരു നിവേദനത്തിൽ വരുന്നു, ഹദ്റത്ത് സുഹൈബിൽ നിന്നുള്ള നിവേദനം, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വിശുദ്ധ ഖുർആൻ വിലക്കിയ കാര്യങ്ങളെ ആരാണോ അനുവദനീയമായി മനസ്സിലാക്കിയത് അവർക്ക് വിശുദ്ധ ഖുർആനിൽ യാതൊരു വിശ്വാസവുമില്ല. അതായത് അള്ളാഹു വിലക്കിയ കാര്യങ്ങളെ പരിഗണിക്കുന്നില്ലെങ്കിൽ വിശുദ്ധ ഖുർആന്റെ കൽപ്പനകൾ അനുസരിച്ച് പ്രവർത്തിക്കുന്നില്ല. അത്തരം വ്യക്തി ലക്ഷക്കണക്കിന് പ്രാവശ്യം അൽഹംദുലില്ലാ ഞാൻ മുസ്ലിമാണെന്ന് പറയുകയാണെങ്കിലും അത് അയാളുടെ വിശ്വാസ പ്രഖ്യാപനം പൊള്ളയായ പ്രഖ്യാപനവും അയാളുടെ വാദഗതി നിരർത്ഥകവുമായിരിക്കും. അള്ളാഹു അതിനെ പരിഗണിക്കുന്നത് പോലുമല്ല. പിന്നീട് അവർ മറ്റുള്ളവർക്ക് നഷ്ടം വരുത്തിക്കൊണ്ടിരിക്കുന്നതാണ്. കാരണം അവർ അള്ളാഹുവിൽ നിന്ന് അകന്നു കഴിയുന്നവരാണ്. അവരുടെ അവകാശങ്ങൾ ധ്വംസിക്കുന്നവരാണ്. ഞാൻ ഉദാഹരണം നൽകിയതുപോലെ ലോകത്ത് ഇന്ന് ഇത്തരത്തിലുള്ള അവസ്ഥയാണ് മുസ്ലിങ്ങൾക്കുള്ളത്. രാജാക്കന്മാരുണ്ട്, നേതാക്കന്മാരുണ്ട്, വിവിധ കക്ഷികളിൽപ്പെട്ട ആളുകളുണ്ട്. പക്ഷേ അവർ പരസ്പരം പോരടിച്ചുകൊണ്ടിരിക്കുന്നു. മുസ്ലിങ്ങളെ തന്നെ പരസ്പരം കൊല്ലുകയാണ്. കലിമ ചൊല്ലുന്നവർ പരസ്പരം കൊന്നുകൊണ്ടിരിക്കുന്നു. ഇതിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് ഏറ്റവും അനിവാര്യമായ സംഗതി ഈ ആളുകൾ വിശുദ്ധ ഖുർആനിലെ യഥാർത്ഥ അധ്യാപനത്തെ സ്വീകരിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ ഏറ്റവും അധികം അഹമ്മദികൾക്കുള്ള ഉത്തരവാദിത്തമാണിത്. അഹമ്മദികൾ ഈ മാർഗത്തിൽ പ്രവർത്തിക്കേണ്ടതാണ്. അങ്ങനെ അമുസ്ലിം ലോകത്ത് അവരുടെ കർമ്മങ്ങൾ കാണുമ്പോൾ യഥാർത്ഥ ഇസ്ലാമിക അധ്യാപനം എന്താണെന്ന് അവർ മനസ്സിലാക്കണം. വിശുദ്ധ ഖുർആന്റെ അധ്യാപനങ്ങൾ സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും അധ്യാപനങ്ങളാണെന്നും അത് ലോകത്ത് സാഹോദര്യം പരത്തുന്നതിനുള്ള അധ്യാപനങ്ങളാണെന്നും സമസൃഷ്ടികളുടെ അവകാശങ്ങൾ കൊടുക്കുന്നതിനുള്ള അധ്യാപനങ്ങളാണെന്നും അവർക്ക് മനസ്സിലാക്കാൻ കഴിയണം. ചുരുക്കത്തിൽ ഇക്കാര്യത്തിലേക്ക് അഹമ്മദി മുസ്ലിങ്ങൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. റമദാൻ മാസത്തിൽ വിശുദ്ധ ഖുർആൻ ഓതുകയും അതിൽ വിചിന്തനം നടത്തുകയും പിന്നെ അതിൻ്റെ അധ്യാപനങ്ങളെ വർഷം മുഴുവനും സ്ഥായിയായി പരത്തുന്നതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയും വേണ്ടതാണ്. ഒരു നിവേദനത്തിൽ പറയുന്നു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ഇബ്നു അബ്ബാസ് നിവേദനം ചെയ്യുന്നു, ജിബ്രീൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നു പറഞ്ഞു, വളരെ സമീപഭാവിയിൽ വളരെയേറെ കുഴപ്പങ്ങൾ ഉടലെടുക്കുന്നതാണ്. അപ്പോൾ ചോദിക്കപ്പെട്ടു, എങ്ങനെയാണ് ഈ കുഴപ്പങ്ങളിൽ നിന്ന് മോചനം ലഭ്യമാവുക? അതായത് ജിബ്രീലിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അല്ലയോ ജിബ്രീൽ, എങ്ങനെയാണ് ഇതിൽ നിന്ന് മോചനം സാധ്യമാവുക? അപ്പോൾ ജിബ്രീൽ പറഞ്ഞു, ഫിത്നകളിൽ നിന്നുള്ള മോചനത്തിലുള്ള മാർഗം വിശുദ്ധ ഖുർആൻ മാത്രമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു വന്നിരുന്നതുപോലെ നമ്മൾ സ്വയവും നമ്മുടെ സന്തതികളെയും രക്ഷിക്കുന്നതിന് വേണ്ടി അള്ളാഹുവിൻ്റെ ഗന്ധത്തിലേക്ക് ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ്. അപ്പോൾ മാത്രമാണ് നമുക്ക് സന്മാർഗം പ്രാപിക്കാൻ കഴിയുകയുള്ളൂ. ഫിത്നയിൽ നിന്നും ഫസാദിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ. അള്ളാഹു നമുക്ക് വേണ്ടി ഇറക്കിയ ഈ അധ്യാപനങ്ങളെ നമ്മൾ നല്ലപോലെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു സന്ദർഭത്തിൽ പറഞ്ഞു, വിശുദ്ധ ഖുർആൻ ബാഹ്യമായ രീതിയിൽ പാരായണം ചെയ്യുന്നവർ ബാഹ്യമായി സദക്ക കൊടുക്കുന്നവരെ പോലെയാണ്. ഖുർആൻ രഹസ്യമായി പാരായണം ചെയ്യുന്നവർ രഹസ്യമായി സദക്ക കൊടുക്കുന്നവരെ പോലെയാണ്. അതിനാൽ നമ്മളൊരു കാര്യം ഓർമ്മ വയ്ക്കണം,
സദക്ക ആപത്തുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ഫിത്രകളിൽ നിന്നും രക്ഷപ്പെടുത്തുന്നതാണ് എന്നൊരു നിവേദനവുമുണ്ട്. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതും മനസ്സിലാക്കി അത് ഓതുന്നതും സദക്കയെപ്പോലെ സ്വീകരിക്കപ്പെടുന്നതാണ്. അതിൻ്റെ അനുഗ്രഹങ്ങൾ മുഖേന പിന്നെ എല്ലാ ഫിത്രകളിൽ നിന്നും രക്ഷപ്പെടാനും കഴിയുന്നതാണ്. ചുരുക്കത്തിൽ ഇന്ന് ലോകത്തെല്ലാ സ്ഥലത്തും തിന്മകൾ വലയം ചെയ്തുകൊണ്ടിരിക്കുന്നു, കുഴപ്പങ്ങൾ വലയം ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഈ സദക്കയെ നിലനിർത്തിക്കൊണ്ടു പോകണം. അതായത് വിശുദ്ധ ഖുർആൻ പാരായണം നമ്മൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണം. ബാഹ്യമായ രീതിയിൽ അത് പാരായണം ചെയ്യണം, രഹസ്യമായും പാരായണം ചെയ്യണം. നമ്മളെ ആപത്തുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും രക്ഷിക്കുന്നതിനും വേണ്ടിയാണിത്. അതിൻ്റെ അധ്യാപനം അനുസരിച്ച് നാം പ്രവർത്തിക്കുന്നവരാകണം. അള്ളാഹു വിവരിച്ചു തന്ന അതിൻ്റെ അധ്യാപനം പ്രാവർത്തികമാക്കുന്നവരായി നാം മാറണം. ഹദ്റത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 2 ആളുകളെ സംബന്ധിച്ച് അസൂയപ്പെടാവുന്നതാണ്. ഇവിടെ റഷ്ക് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് മറ്റുള്ളവർക്ക് നഷ്ടം വരുത്തുന്നതിനുള്ള അസൂയയല്ല, മറിച്ച് അത് ശ്ലാഘനീയമായ രീതിയിലാണ് അനുവദനീയമായിട്ടുള്ളത്. അതായത് ഒരാൾക്ക് അള്ളാഹു വിശുദ്ധ ഖുർആൻ നൽകുകയും അയാൾ രാപ്പകലത് പാരായണം ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ അയാളെ സംബന്ധിച്ച് അസൂയപ്പെടുന്ന ആൾ പറയും, ഇയാൾക്ക് കൊടുത്തതുപോലെ എനിക്ക് ഈ കാര്യങ്ങൾ ലഭ്യമായെങ്കിൽ ഞാനും അങ്ങനെ തന്നെ ചെയ്യുമായിരുന്നു. മറ്റൊരാൾ അള്ളാഹു ഒരുപാട് സമ്പത്ത് കൊടുത്ത ആളാണ്. അയാൾ അത് ചെലവഴിക്കേണ്ടിടത്ത് യഥാവിധം ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നു. അയാളെ സംബന്ധിച്ച് അസൂയപ്പെടുന്ന ആളും പറയുന്നു, അള്ളാഹു അയാൾക്ക് നൽകിയതുപോലെ എനിക്കും തന്നിരുന്നുവെങ്കിൽ ഞാനും അങ്ങനെ തന്നെ ചെയ്യുമായിരുന്നു. അതായത് അള്ളാഹുവിൻ്റെ വഴിയിൽ ചെലവഴിക്കുന്നതാണ്. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നത് സംബന്ധിച്ചും ചില അദബുകളുണ്ട്. അസൂയപ്പെടുന്നയാൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന ആളെ സംബന്ധിച്ച് അസൂയപ്പെടുന്നത് കേവലം പാരായണം ചെയ്യുകയും കർമ്മങ്ങൾ ചെയ്യാത്ത ആളെ സംബന്ധിച്ചും അല്ല, മറിച്ച് അയാൾക്കറിയാം ഇയാളത് പാരായണം ചെയ്യുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. എനിക്കും ഈ ഖുർആൻ മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ അയാളെപ്പോലെ ഞാനും അതനുസരിച്ച് പ്രവർത്തിക്കുമായിരുന്നു എന്ന് അയാൾ പറയുന്നതാണ്. അതുപോലെ ഹദീസിൽ സമ്പത്തിനെ സംബന്ധിച്ചും പറഞ്ഞിരിക്കുന്നു. അത് സംബന്ധിച്ച് ഞാൻ അനുബന്ധമായി പറയട്ടെ. ചില ആളുകൾ എന്തിനാണ് ചന്തകളുടെ ആവശ്യമെന്ന് പറയാറുണ്ട്. അള്ളാഹു പറയുന്നു വിശുദ്ധ ഖുർആനിൽ സാമ്പത്തിക ത്യാഗങ്ങൾ ചെയ്തുകൊണ്ടിരിക്കേണ്ടത് അനിവാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ജനങ്ങൾ അയാളെ സംബന്ധിച്ച് അഥവാ സാമ്പത്തിക ത്യാഗം ചെയ്യുന്ന ആളെ സംബന്ധിച്ച് അസൂയപ്പെടുന്നതാണ്. ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ചില ആളുകളുടെ ഹൃദയങ്ങളിൽ ഒരു ചോദ്യം ഉദിക്കുന്നു, സാമ്പത്തിക ത്യാഗം നമ്മൾ ചെയ്യേണ്ട ആവശ്യം എന്താണ്? നമ്മൾ നല്ലപോലെ ചിന്തിച്ച് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയാണെങ്കിൽ ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടി, അതായത് എന്തിനാണത് പറയപ്പെട്ടിരിക്കുന്നത് എന്ന കാര്യം അവർക്കതിലൂടെ ലഭ്യമാകുന്നതാണ്. ഇത് അള്ളാഹുവിൻ്റെ കൽപ്പനയാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, വിശുദ്ധ ഖുർആൻ നല്ല ഈണത്തിൽ നല്ലപോലെ ശ്രദ്ധിച്ച് പാരായണം ചെയ്യാത്തവർ നമ്മിൽപ്പെട്ടവനല്ല. ആയതിനാൽ നല്ല ഈണത്തിൽ നല്ലപോലെ ശ്രദ്ധിച്ച് സാവധാനത്തിൽ മനസ്സിലാക്കി ഓതേണ്ടതും അനിവാര്യമാണ്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം ഒരു സ്ഥലത്ത് പറയുന്നു, വിശുദ്ധ ഖുർആൻ ധാരാളമായി പാരായണം ചെയ്യേണ്ടതാണ്. അതിൽ ദുആയുടെ സ്ഥലത്തെത്തുമ്പോൾ ദുആ ചെയ്യണം. നല്ലപോലെ ശ്രദ്ധിച്ച് പാരായണം ചെയ്യുക എന്നതിൻ്റെ വിശദീകരണമാണിത്. ദുആ ചെയ്യേണ്ട സ്ഥലമെത്തുമ്പോൾ ദുആ ചെയ്യുക. പ്രസ്തുത ദുആയിൽ ചോദിച്ചത് തന്നെ സ്വന്തം നിലയ്ക്കും അള്ളാഹുവിനോട് ആവശ്യപ്പെടുക. പ്രവാചകന്മാർ അള്ളാഹുവിനോട് ചെയ്ത നിരവധി ദുആകൾ വിശുദ്ധ ഖുർആനിലുണ്ട്. പറയുന്നു, അള്ളാഹുവിനോട് സ്വന്തം നിലയ്ക്കും അത് ലഭ്യമാകുന്നതിന് വേണ്ടി ദുആ ചെയ്യണം. അതുപോലെ ശിശുക്കളുടെ കാര്യങ്ങൾ പറയുന്ന സ്ഥലത്തെത്തുമ്പോൾ അവനോട് അഭയം തേടേണ്ടതാണ്. ഏതെല്ലാം തിന്മകളിലൂടെയാണോ സമൂഹങ്ങൾ നശിപ്പിക്കപ്പെട്ടത് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രാർത്ഥിക്കേണ്ടതാണ്. സമൂഹങ്ങളുടെ നാശത്തെ സംബന്ധിച്ചും അവരുടെ ദുഷ്കർമ്മങ്ങളെ സംബന്ധിച്ചും പരാമർശമുണ്ടാകുന്നു. അക്കാരണത്താൽ അവരെ അള്ളാഹു പിടികൂടി. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഓതിയെത്തുമ്പോൾ ഇസ്തിഗ്ഫാർ ചെയ്യേണ്ടതാണ്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കേണ്ടതാണ്. ഇങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എല്ലാ തിന്മകളും നമ്മിൽ നിന്ന് സ്വയം ഇല്ലാതാകുന്നതാണ്. ഇന്നത്തെ ഈ സാഹചര്യത്തിൽ പാശ്ചാത്യ ലോകത്തിൻ്റെ അവസ്ഥകളിൽ അതിൻ്റെ പ്രഭാവത്തിന് കീഴിൽ നമ്മുടെ മസ്തിഷ്കങ്ങളിലും തെറ്റായ കാര്യങ്ങൾ വന്നുകൂടുന്നു. നമ്മൾ തെറ്റായ കാര്യങ്ങളിൽ അകപ്പെടുന്നു. അങ്ങനെ ഒരുപാട് ആളുകൾ നമ്മൾക്കിടയിലുമുണ്ട്. നമ്മൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയും ഇസ്തിഗ്ഫാർ ചെയ്യുകയും തിന്മകളിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയുമാണെങ്കിൽ നമ്മുടെ ജീവിതങ്ങൾ നന്നായി തീരുന്നതാണ്. നമ്മൾ തിന്മകളിൽ നിന്ന് രക്ഷപ്പെടുന്നവരായി തീരുന്നതാണ്. ആ മഹാത്മാവ് പറയുന്നു, സമൂഹങ്ങളുടെ നാശത്തിന് ഹേതുവായ ദുഷ്കർമ്മങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി നാം പ്രാർത്ഥിക്കേണ്ടതാണ്. തുടർന്ന് പറയുന്നു, വഹി കൂടാതെ ഒരു ഉന്നതമായ ആസൂത്രണം അള്ളാഹുവിൻ്റെ ഗ്രന്ഥവുമായി നമ്മെ ചേർക്കുന്നു.
അത് അയാളുടെ ഒരു അഭിപ്രായമാണ്. അത് ചിലപ്പോൾ തെറ്റായിരിക്കാം. അത്തരത്തിലുള്ള അഭിപ്രായത്തിനെതിൽ ഹദീസുകളും ഉണ്ടായിരിക്കും. അത് പുതുതായി ചേർക്കുന്ന കാര്യങ്ങളാണ്. അനാചാരങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടതും അനിവാര്യമാണ്. അത് മുഖേന പതിയെ പതിയെ ശരീരത്തിൽ കൈകടത്താൻ തുടങ്ങുന്നു. ഏറ്റവും ഉത്തമമായ മാർഗം അത്തരത്തിലുള്ള കാര്യങ്ങളിൽ സമയം ചെലവഴിക്കാതെ ആ സമയം വിശുദ്ധ ഖുർആനിൽ ചിന്തിക്കുന്നതിന് വിനിയോഗിക്കുക. ചില ആളുകൾ മന്ത്രങ്ങൾ വേണമെന്നും ഇന്ന മന്ത്രം ചൊല്ലുകയെന്നും പറയാറുണ്ട്. എന്ത് മന്ത്രമാണ് അവർക്ക് വേണ്ടത്? ആ മഹാത്മാവ് പറയുന്നു, ഏറ്റവും നല്ലത് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയാണ്. അതിനെ സംബന്ധിച്ച് പര്യാലോചന നടത്തുകയാണ്. ജനങ്ങൾ ദുആ ചെയ്യണമെന്നും മന്ത്രങ്ങൾ വേണമെന്നും പറയുന്നു. ചുരുക്കത്തിൽ ആ മഹാത്മാവിന്റെ നിർദ്ദേശം വിശുദ്ധ ഖുർആൻ നല്ലപോലെ ചിന്തിച്ച് പാരായണം ചെയ്യുക എന്നതാണ്. അങ്ങനെ നിങ്ങൾ ഒരുപാട് തിന്മകളിൽ നിന്നും മറ്റ് പ്രയാസഭരിതമായ കാര്യങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്നതാണ്. നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ സന്മാർഗത്തിൻ്റെ അറിവുകൾ ലഭ്യമാകുന്നതാണ്. അള്ളാഹുവിൻ്റെ കൽപ്പനകളെക്കുറിച്ച് തിരിച്ചറിവുണ്ടാകുന്നതാണ്. പറയുന്നു, അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ഇറക്കിയ കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേക വഹി മുഖേന നൽകിയതാണ്. അല്ലാതെ എന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ എത്രമാത്രം യുക്തിയുള്ള സംഗതിയാണ് പറയുന്നതെങ്കിൽ പോലും ചില സമയത്ത് അത് തെറ്റാനും വ്യാജമാകാനും സാധ്യതയുണ്ട്. മനുഷ്യൻ ചില സമയത്ത് യുക്തിപരമായി സംസാരിക്കുന്നു. ഖുർആനുമായി അത് യോജിച്ചതുമായിരിക്കാം. പക്ഷേ അത് കർമ്മത്തിൽ വരുമ്പോൾ വഹിയുടെ നിറമില്ലാത്തതിനാൽ, അതിൻ്റെ വിശദീകരണം ഖുർആൻ പോലെ അല്ലാത്തതിനാൽ അത് വ്യാജവും അബദ്ധമാർഗത്തിൽ ചലിക്കുന്നതിനും കാരണമായി തീരുന്നു. ആ മഹാത്മാവ് തുടരുന്നു, മനസ്സിന് കാഠിന്യമുണ്ടാകുമ്പോൾ അതിനെ മയപ്പെടുത്തുന്നതിനുള്ള വഴി വിശുദ്ധ ഖുർആൻ കൂടെ കൂടെ പാരായണം ചെയ്യുകയാണ്. എവിടെയെല്ലാം ദുആയെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ടോ അവിടെ ഒരു വിശ്വാസി ഹൃദയം ദൈവീയ കാരുണ്യത്തിൽ ഭാഗഭാക്കാകാൻ ആഗ്രഹിക്കേണ്ടതാണ്. വിശുദ്ധ ഖുർആന്റെ ഉദാഹരണം ഒരു തോട്ടം പോലെയാണ്. അതിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ ഫലങ്ങൾ അയാൾ തിരഞ്ഞെടുക്കുന്നു. പിന്നെ മുന്നോട്ട് പോകുമ്പോൾ വേറെ തരത്തിലുള്ള ഫലങ്ങൾ എടുക്കുന്നു. ചുരുക്കത്തിൽ ഖുർആന്റെ എല്ലാ ഭാഗത്തു നിന്നും സമുചിതമായി പ്രയോജനമെടുക്കണം. സ്വന്തം നിലയ്ക്ക് കാര്യങ്ങൾ വർദ്ധിപ്പിക്കേണ്ട ആവശ്യം എന്താണ്? അല്ലെങ്കിൽ നിങ്ങൾ പുതിയ കാര്യങ്ങൾ എന്തിനാണ് ആരംഭിക്കുന്നത് എന്ന പ്രശ്നം ഉദിക്കുന്നു. ഖുർആന്റെ കൽപ്പനകൾ അനുസരിച്ച് കർമ്മങ്ങൾ ചെയ്യുകയാണ് വേണ്ടത്. പുതിയ പുതിയ ആചാരാനുഷ്ഠാനങ്ങൾ ഉണ്ടാക്കരുത്. വിശുദ്ധ ഖുർആനിലെ കൽപ്പനകളുമായി പുതിയ പുതിയ കാര്യങ്ങളെ ബന്ധിപ്പിക്കരുത്. പറയുന്നു, അള്ളാഹുവിനെ കൂടാതെ മറ്റൊരു ശക്തിയുമില്ല. അതായത് ഇന്ന് രാത്രി സൂറ യാസീൻ പാരായണം ചെയ്യുകയാണെങ്കിൽ ബർക്കത്ത് ഇറങ്ങുന്നതാണ്, അല്ലെങ്കിൽ ഉണ്ടാകുന്നതല്ല എന്ന് പറയപ്പെടുന്നു. ഇന്ന സൂറത്ത് ഇന്ന രീതിയിൽ പാരായണം ചെയ്യുകയാണെങ്കിൽ അനുഗ്രഹമുണ്ടാകും. ഇന്ന സമയത്ത് പാരായണം ചെയ്യണമെങ്കിൽ അനുഗ്രഹം ഇറങ്ങുന്നതാണ്. ഇങ്ങനെ ഓതുകയാണെങ്കിൽ ഉണ്ടാകുന്നതല്ല എന്നെല്ലാം ഇവർ പറയുന്നു. ആ മഹാത്മാവ് തുടരുന്നു, ഇതെല്ലാം തെറ്റായ കാര്യങ്ങളാകുന്നു. ഇത് അള്ളാഹുവിൻ്റെ കലാമാണ്. ഇങ്ങനെ വേണമെങ്കിലും മനസ്സിലാക്കി അത് പാരായണം ചെയ്യുകയും അതനുസരിച്ച് പ്രവർത്തിക്കുന്നതിന് വേണ്ടി സതുദ്ദേശത്തോടു കൂടി അത് പാരായണം ചെയ്യുകയുമാണെങ്കിൽ അനുഗ്രഹങ്ങൾ മാത്രമാണ് അതോടൊപ്പം ഉണ്ടാകുന്നത്. ചുരുക്കത്തിൽ നാം ഇങ്ങനെ തന്നെയാണോ ഈ ഖുർആൻ പാരായണം ചെയ്യുന്നത്? വിശുദ്ധ ഖുർആനിൽ എത്ര കൽപ്പനകളുണ്ടോ അത് നാം പ്രാവർത്തികമാക്കുന്നുണ്ടോ? എത്ര ദുആകളാണോ വരുന്നത് അതെല്ലാം നാം നമുക്ക് വേണ്ടിയും ചെയ്യുന്നുണ്ടോ? എത്രമാത്രം തിന്മകളിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണോ അത് കൽപ്പിക്കുന്നത്? അല്ലെങ്കിൽ പരാമർശങ്ങൾ ഉണ്ടാകുന്നത് അവയിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് നാം ദുആ ചെയ്യാറുണ്ടോ എന്നെല്ലാം സ്വയം വിലയിരുത്തേണ്ടിയിരിക്കുന്നു. ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ വിശുദ്ധ ഖുർആന്റെ യഥാർത്ഥ അധ്യാപനത്തിൽ നിന്ന് പ്രയോജനമെടുക്കുന്നവരായി തീരുന്നതാണ്. ആ മഹാത്മാവ് മറ്റൊരു സ്ഥലത്ത് പറയുന്നു, ഞാൻ കൂടെ കൂടെ ഉച്ചസ്ഥലം വ്യക്തമാക്കട്ടെ, വിശുദ്ധ ഖുർആനോടും അവന്റെ റസൂലിനോടും സത്യസന്ധമായ സ്നേഹം വെച്ചു പുലർത്തുക. സത്യസന്ധമായി അതിനെ പിന്തുടരാൻ ശ്രമിക്കുകയാണെങ്കിൽ മനുഷ്യൻ കറാമത്തുകൾ അഥവാ അത്ഭുതങ്ങൾ കാണിക്കുന്നവനായി മാറുന്നതാണ്. ആ മഹാത്മാവ് തുടരുന്നു, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക, അതിലെല്ലാം അടങ്ങിയിരിക്കുന്നു. നന്മയുടെയും തിന്മയുടെയും വിശദീകരണങ്ങൾ അതിലുണ്ട്. ഇനി വരാനുള്ള കാലഘട്ടത്തിൻ്റെ വർത്തമാനങ്ങൾ അതിലുണ്ട്. നല്ലപോലെ ഓർക്കുക, അത് സമർപ്പിക്കുന്ന മതത്തിനുമേൽ ഒരു തരത്തിലുള്ള ആക്ഷേപത്തിനും വകയില്ല. കാരണം അതിൻ്റെ അനുഗ്രഹങ്ങളും അതിൻ്റെ ഫലങ്ങളും പുതുപുത്തനായി കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. അദ്ദേഹം തുടരുന്നു, ഈ മഹിമ വിശുദ്ധ ഖുർആന് മാത്രമേ ഉള്ളൂ. അള്ളാഹു അതിൽ എല്ലാ രോഗത്തിനുമുള്ള ചികിത്സ പറഞ്ഞിരിക്കുന്നു. എല്ലാ കഴിവുകളെയും അത് പരിപോഷിപ്പിക്കുന്നു. വെളിപ്പെട്ടു പോകുന്ന തിന്മകളെ അകറ്റാൻ അത് മാർഗങ്ങൾ പറഞ്ഞു തരുന്നു. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുക, ദുആകൾ ചെയ്തുകൊണ്ടിരിക്കുക. തങ്ങളുടെ പ്രവർത്തനങ്ങളെ അതിൻ്റെ അധ്യാപനം അനുസരിച്ചാക്കുന്നതിന് ശ്രമിക്കുക. വിശുദ്ധ ഖുർആൻ പാരായണത്തിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് ആ മഹാത്മാവ് പറയുന്നു, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുവിൻ. അള്ളാഹുവിനോട്
ഒരിക്കലും തന്നെ നിരാശപ്പെടരുത്. വിശ്വാസി അള്ളാഹുവിനോട് ഒരിക്കലും നിരാശയുള്ളവനായിരിക്കുന്നതല്ല. അള്ളാഹുവിനോട് നിരാശരാകുന്നത് കാഫിര്യങ്ങളുടെ സ്വഭാവമാകുന്നു. നമ്മുടെ ദൈവം അലാ കുല്ലി ഷൈഇൻ ഖദീർ, അഥവാ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കെൽപ്പുള്ള ദൈവമാകുന്നു. വിശുദ്ധ ഖുർആന്റെ തർജ്ജമയും വായിക്കുക, നമസ്കാരങ്ങൾ നല്ലപോലെ അനുഷ്ഠിക്കുക, അതിൻ്റെ വിവക്ഷ അർത്ഥം മനസ്സിലാക്കി സ്വന്തം ഭാഷയിലും ദുആ ചെയ്യുക എന്നതാണ്. വിശുദ്ധ ഖുർആനെ ഒരു സാധാരണ ഗ്രന്ഥത്തെ പോലെ കരുതി പാരായണം ചെയ്യരുത്, മറിച്ച് അതിനെ ദൈവിക വചനമാണെന്ന് മനസ്സിലാക്കി പാരായണം ചെയ്യുക. ചുരുക്കത്തിൽ ഈ കാര്യങ്ങൾ ഒരു വിശ്വാസി പ്രാവർത്തികമാക്കേണ്ടതാണ്. നമ്മൾ ഇതനുസരിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ പിന്നെ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ ഫലമായി വിശുദ്ധ ഖുർആനിലെ അധ്യാപനങ്ങളിൽ നിന്ന് അനുഗ്രഹമെടുക്കാൻ നമുക്ക് കഴിയുന്നതാണ്. നമ്മുടെ ജീവിതങ്ങളെ നന്നാക്കി തീർക്കാൻ നമുക്ക് കഴിയുന്നതാണ്. നമ്മുടെ തലമുറകളെ നന്നാക്കി തീർക്കാൻ നമുക്ക് കഴിയുന്നതാണ്. ഇതുണ്ടാവുകയാണെങ്കിൽ പിന്നെ നാം നമ്മുടെ ലക്ഷ്യം കരസ്ഥമാക്കുന്നവരായി തീരുന്നതുമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം നാം പ്രാപിക്കുന്നവരായി മാറും. നമ്മുടെ ജീവിതങ്ങൾ വിജയപ്രദമാകുന്നതാണ്. നമ്മുടെ തലമുറകളും വിജയപൂർവ്വം നീങ്ങുന്നതാണ്. ചുരുക്കത്തിൽ ഈ റമദാൻ ദിവസങ്ങളിൽ പ്രത്യേകമായും വിശുദ്ധ ഖുർആനിലേക്ക് ശ്രദ്ധ തിരിക്കുന്നതോടൊപ്പം ഈ ശ്രദ്ധ നമ്മൾ നിലനിർത്തുമെന്നും എപ്പോഴും വിശുദ്ധ ഖുർആൻ പഠിക്കുന്നതിലേക്ക് ശ്രദ്ധിക്കുമെന്നും അതനുസരിച്ച് പ്രവർത്തിക്കാൻ ശ്രദ്ധിക്കുമെന്നും നമ്മുടെ മക്കളെയും അത് പാരായണം ചെയ്യാൻ ഉപദേശിക്കുമെന്നും ശപഥം ചെയ്യുവിൻ. അതല്ലാതെ ഒരിക്കൽ ആമീൻ പരിപാടി നടത്തി അതിനുശേഷം എല്ലാം അവസാനിപ്പിക്കരുത്. അങ്ങനെയല്ല, മറിച്ച് വിശുദ്ധ ഖുർആൻ നമുക്ക് വേണ്ടി നമ്മുടെ സന്മാർഗദർശനത്തിന് വേണ്ടിയുള്ള ഗ്രന്ഥമാകുന്നു. നമ്മളെപ്പോഴും ശരിയായ മാർഗങ്ങളിലും തഖ്വയിലും നടത്തുന്നതിനുള്ള ഒരു പ്രവർത്തന രൂപരേഖയാണത്. ഇങ്ങനെ ആവുകയാണെങ്കിൽ പിന്നെ നമ്മുടെ ജീവിതങ്ങൾ എപ്പോഴും വിജയപ്രദമായിരിക്കും. അള്ളാഹു നമുക്ക് ഈ റമദാനിൽ അത് പാരായണം ചെയ്യുന്നതോടൊപ്പം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതിനും തൗഫീക്ക് നൽകുമാറാകട്ടെ. അത് പ്രാവർത്തികമാക്കുന്നതിന് ശപഥം ചെയ്യുക. മേലിലും ഈ ശപഥം പൂർത്തിയാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുക. വർഷം മുഴുവനും അതിനെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുകയും ചെയ്യുക. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.